അപ്പോൾ ആ സമയത്ത് ട്രോളിംഗ് ബോട്ടുകൾ തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയാൽ ഇതൊക്കെ നശിക്കും, മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥ നശിക്കും. അതുകൊണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം ട്രോളിംഗ് നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നീണ്ടകര ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിട്ട് ഇറക്കി. അത് ബേബി ജോണിനാണ് അവിടെ ട്രോളിംഗ് ബോട്ടുകളും മത്സ്യ സംസ്കരണ ഫാക്ടറികളും ഒക്കെ ഉള്ള. അപ്പോൾ ബേബി ജോൺ അന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ബേബി ജോണിൻ്റെ നിർബന്ധം കാരണമാണ് അത് ഒഴിവാക്കിയത്. അപ്പം നമ്മൾ പറഞ്ഞു അത് ഒഴിവാക്കാൻ പാടില്ല, നീണ്ടകര കൂടെ പിന്നെ ട്രോളിംഗ് നിരോധനം നീണ്ടകരയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം തുടങ്ങി. നമ്മൾ ഫിഷറീസ് ഡയറക്ടറെ പോയി ഹെരാവോ ചെയ്തുകൊണ്ടായിരുന്നു സമരം തുടങ്ങി. ആദ്യം മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളെല്ലാവരും കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ളവർ ട്രോളിംഗ് നിരോധിക്കണമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ പ്രതിനിധി നിരോധിക്കേണ്ട എന്നും ശാസ്ത്രജ്ഞന്മാരോടൊപ്പം അതിൽ ഒപ്പുവെച്ചു. അങ്ങനെ 2 റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പം നമ്മൾ വീണ്ടും സമരം തുടങ്ങി. ആദ്യം വെറുതെ വിട്ടേക്കുന്നെന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞ് പിന്നെ നിങ്ങളെ എന്നാൽ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 9 സ്ത്രീകൾ പിന്നെ പൂജപ്പുര വനിതാ ജയിലിലേക്കും ബാക്കി പുരുഷന്മാർ 16 പേരായിരുന്നു തോന്നുന്നു. 7 പുരുഷന്മാർ ഇവിടെ പോയി, എവിടെയാണ് നമ്മുടെ അട്ടക്കുളങ്ങര സബ് ജയിലിലേക്കും വിട്ടു. അപ്പോൾ 7 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കന്യാസ്ത്രീകളെയും സാമൂഹ്യ പ്രവർത്തകരെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ ജയിലിലടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ പ്രചരണം ഭയങ്കരമായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് ഭയങ്കര സമരത്തിന് ആളുകൾ ഇങ്ങനെ ഇളകി മറിയുക. കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി. അങ്ങനെ 5-ാം ദിവസമായപ്പോൾ ലോനപ്പൻ നമ്പാടൻ കാണാൻ വന്നു. ലോനപ്പൻ നമ്പാടൻ അന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്. കാണാൻ വന്നിട്ട് ഞങ്ങളെ കണ്ടിട്ട് പോയിട്ട് പുള്ളി ഒരു പത്രസമ്മേളനം നടത്തി ജയിലിൻ്റെ മുമ്പിൽ വെച്ച്. കന്യാസ്ത്രീകളെയും സാമൂഹ്യ പ്രവർത്തകരെയും മത്സ്യത്തൊഴിലാളികളെയും പിടിച്ച് കൊള്ളക്കാരുടെയും വേശ്യകളുടെയും, അന്ന് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആ സമയത്തൊരു വലിയ പ്രശ്നമാണല്ലോ, വഴിയിൽ കണ്ട സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്, കൊണ്ട് ജയിലിലിടുക. അപ്പോൾ അവർക്കൊപ്പം ഇട്ടേക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ വാർത്താ പ്രാധാന്യം വന്നു കഴിഞ്ഞ് 6-ാം ദിവസമായപ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ വെറുതെ വിട്ടാൽ പോകില്ല, ഞങ്ങൾ ഇനിയും പിരിച്ചു പോകുമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ റിമാൻഡ് ചെയ്യുന്നത്. അത് ശരിക്കും നമുക്ക് അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ജയിലിലെ അവസ്ഥ. ഭക്ഷണം ഇഷ്ടം പോലെ കോരിക്കൊടുക്കും, അത്രയും കഴിക്കുന്നവർ അത് മുഴുവൻ കൊണ്ടുവന്ന് അവിടെ തട്ടിയിടുകയാണ്. പിന്നെ 6 മണിക്ക് കയറ്റി റൂം ലോക്ക് ചെയ്താൽ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങാൻ പറ്റും. പ്രാഥമിക ആവശ്യം എന്ത് നിർവഹിക്കണമെങ്കിലും അതിനകത്ത് ചെറിയൊരു സ്ഥലമുണ്ട്, നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ട് അവിടെ വെച്ചേക്കണം. കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് നമുക്കിരിക്കാൻ പറ്റും? ആ സമയത്ത് നീണ്ടകര ട്രോളിംഗ് ബോട്ടുകളുടെ പ്രവർത്തനം കൊണ്ട് നീണ്ടകരയിൽ നിന്നുള്ള ട്രോളിംഗ് ബോട്ടുകൾ തീരക്കടലിൽ വന്ന് മത്സ്യബന്ധനം നടത്തും. അപ്പോൾ അന്ന് കുറച്ച് ലത്തീൻ കത്തോലിക്ക മത്സ്യത്തൊഴിലാളി സംഘടനകളുണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ യൂണിയനുകളുണ്ടായിരുന്നു. ആലപ്പുഴയിൽ, കൊച്ചിയിൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊന്നും സജീവമല്ല. പക്ഷേ 80-ൽ നമ്മളെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് കടൽ പരിധി നിയമം എന്ന് വെച്ചാൽ ട്രോളിംഗ് ബോട്ടുകൾ അനധികൃതമായിട്ട് മത്സ്യബന്ധനം നടത്തുന്നതിനൊരു നിയമം കൊണ്ടുവരണം, പരിധി നിയമം കൊണ്ടുവരണം. അപ്പോൾ 18 മാർ വരെയുള്ള സ്ഥലം തീരക്കടൽ മത്സ്യത്തൊഴിലാളികൾക്ക്, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താനാണ്. 18 മീറ്റർ മാറെന്ന് പറയുമ്പോൾ 18 അങ്ങനെ അതായിരുന്നു. അതിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല മാറാണോ കിലോമീറ്ററാണോ. അപ്പോൾ അതിനകത്ത് മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇവർ രാത്രിയും പകലും ഒന്നുമില്ലാതെ ഇവിടെ വന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നിടത്ത് വരികയും അവരുടെ വലകളൊക്കെ ഈ ട്രോളിംഗ് ബോട്ടിൽ കുടുങ്ങി നശിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. ബോട്ടിടിച്ചുള്ള മരണങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ അത്
ട്രോളിങ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അപ്പം മത്സ്യസമ്പത്തിലും കുറവ് വരാൻ തുടങ്ങി. പണ്ട് ഇഷ്ടം പോലെ മത്സ്യം ഉണ്ടായിരുന്നു, വിലയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മത്സ്യം കുറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ട്രോളിംഗ് ബോട്ടുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് കാലം ആ സമയത്താണ് മീനുകൾ മുട്ടയിട്ട് കുഞ്ഞു വിരിയുന്ന കാലം. അപ്പോൾ ആ സമയത്ത് ട്രോളിംഗ് ബോട്ടുകളുടെ പ്രവർത്തനം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വലിയ സെമിനാറൊക്കെ ഇവിടെ നടത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സർക്കാർ തന്നെ, അന്ന് ഇടതുപക്ഷ സർക്കാരാണ്, ശ്രീനിവാസനാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി CPIയുടെ. അപ്പോൾ സർക്കാർ തന്നെ ഒരു ഓർഡർ ഇട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം 45 ദിവസം ട്രോളിംഗ് നിരോധിച്ചുകൊണ്ട് 3 മാസം. അപ്പോൾ നമ്മളൊക്കെ അതിനെ സ്വാഗതം ചെയ്ത് ഞങ്ങളുടെ യൂണിയൻ. അപ്പോൾ ഈ 80-ൽ ഈ കടൽ പരിധി നിയമം നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലൂടെ കേന്ദ്ര സർക്കാർ ഈ പരിധി നിയമം കൊണ്ടുവന്നു. ട്രോളിംഗ് ബോട്ടുകൾ ഇത്ര പരിധിക്കുള്ളിലേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം മീൻ പെരുകുന്ന ഒരു കാലമാണ്, മുട്ടയും കുഞ്ഞും ഇടുന്നതാണ്. ആ സമയത്ത് ഭയങ്കര മഴയും ഇതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് എക്കലൊക്കെ കായലിൽ നമ്മുടെ പുഴകളിൽ നിന്നൊക്കെ ഒഴുകി പൊഴി വഴി കടലിൽ വരികയും അങ്ങനെ ഒരു അടിത്തട്ട് വളരെ ഇതായിട്ട് ഈ മുട്ടകൾ വിരിയാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ ആ സമയത്ത് ട്രോളിംഗ് ബോട്ടുകൾ തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയാൽ ഇതൊക്കെ നശിക്കും, മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥ നശിക്കും. അതുകൊണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം ട്രോളിംഗ് നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നീണ്ടകര ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിട്ട് ഇറക്കി. അത് ബേബി ജോണിനാണ് അവിടെ ട്രോളിംഗ് ബോട്ടുകളും മത്സ്യ സംസ്കരണ ഫാക്ടറികളും ഒക്കെ ഉള്ള. അപ്പോൾ ബേബി ജോൺ അന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ബേബി ജോണിൻ്റെ നിർബന്ധം കാരണമാണ് അത് ഒഴിവാക്കിയത്. അപ്പം നമ്മൾ പറഞ്ഞു അത് ഒഴിവാക്കാൻ പാടില്ല, നീണ്ടകര കൂടെ ട്രോളിംഗ് നിരോധനം നീണ്ടകരയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം തുടങ്ങി. നമ്മൾ ഫിഷറീസ് ഡയറക്ടറെ പോയി ഹെരാവോ ചെയ്തുകൊണ്ടായിരുന്നു സമരം തുടങ്ങി ആദ്യം. അത് കഴിഞ്ഞ് നമ്മൾ ഫിഷറീസ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു. ഒരാഴ്ച ഫിഷറീസ് മന്ത്രിയുടെ വസതിയിലേക്ക് എല്ലാ ദിവസവും മത്സ്യത്തൊഴിലാളികളും മാർച്ചായിരുന്നു. അപ്പോൾ നമ്മളുടെ ഡിമാൻഡ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് കാലം മീൻ പെരുകുന്നൊരു കാലം, അരുതേ ഇക്കാലത്ത് ട്രോളിംഗ് ഇവിടെ നടത്തരുത്. അപ്പോൾ ഈ മുദ്രാവാക്യമായിരുന്നു ഞങ്ങളുടേത്. അപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് നിർത്താതെ വന്നപ്പോൾ അന്ന് ഫാദർ തോമസ് കോച്ചേരിയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റ് ജോയിച്ചൻ ആൻ്റണിയാണ്. ജോയിച്ചൻ ആൻ്റണി ഇപ്പോൾ മരിച്ചു. ജോയിച്ചൻ ആൻ്റണി കൂടി നിരാഹാരം നമ്മൾ പ്രഖ്യാപിച്ചു. സെക്രട്ടേറിയറ്റ് കടയിൽ നിരാഹാരം തുടങ്ങി. ഭയങ്കര സമരമായിരുന്നു അന്ന്. ഞങ്ങൾ എയർപോർട്ടൊക്കെ പിക്കറ്റ് ചെയ്ത്, അന്ന് എയർപോർട്ടിന് വലിയ അവിടെ ഒരു ഗേറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഞായറാഴ്ച രാവിലെ പള്ളി കഴിഞ്ഞിട്ട് മത്സ്യത്തൊഴിലാളികളെല്ലാം കൂടെ മാർച്ച് ചെയ്ത് ആ ഗേറ്റ് അങ്ങ് പൂട്ടി. അപ്പോൾ ഫ്ലൈറ്റൊന്നും പോകാൻ പറ്റുന്നില്ല, യാത്രക്കാർക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങളൊക്കെ അന്ന് വളരെ ചെറുപ്പമാണ്, നേതാക്കളാരുമില്ല. 2 പേരിവിടെ നിരാഹാരം കിടക്കുന്നു. പിന്നെ ചിലരൊക്കെ മറ്റ് ജില്ലകളിൽ സമരം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനാ യോഗങ്ങൾക്കൊക്കെ പോയിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഞാനും ടി പീറ്ററും റോബർട്ട്, ഞങ്ങൾ 3 പേരുമാണ് അന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ ഒരു ഫാദർ ജെയിംസ് കുലാസ് പള്ളിയിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിയും വന്നു. അപ്പോൾ ഫുള്ള് ഞങ്ങളവിടെ തടഞ്ഞിട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വയം പിരിഞ്ഞു പോയി ആ സമരം. അടുത്ത ദിവസം ഞങ്ങൾ VSSC VSSCക്ക് ഒരു ഗേറ്റേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അവിടെ അങ്ങ് ആ ബസ്സുകൾ VSSCയുടെ ISROയുടെ ബസ്സുകൾ വരുന്ന മുഴുവൻ റോഡിൽ തടഞ്ഞിട്ട് ബസ് ആർക്കും പോകാൻ പറ്റില്ല. പോലീസ് വൈകുന്നേരം ആയപ്പോഴാണ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഒരു ജീവനക്കാർക്കും അതിനകത്ത് കയറാൻ പറ്റില്ല. അതും ഒരു ഗേറ്റേ ഉള്ളുമായിരുന്നു. അത് കഴിഞ്ഞാണ് അവർ എയർപോർട്ടിൽ 3 ഗേറ്റാക്കി. അവിടെ അതേപോലെ വേറെ ഗേറ്റ് പാലം കഴിയുമ്പോൾ ഒരു ഗേറ്റ് അവർ തുടങ്ങി. പുതിയതായിട്ട് റോഡുണ്ടാക്കി ഗേറ്റ് വെച്ചു അവിടെ. അപ്പോൾ അങ്ങനെ അത്രയും. പിന്നെ കടക്കാവൂരിൽ റെയിൽവേ സ്റ്റേഷൻ പിക്കറ്റ് ചെയ്തു. പക്ഷേ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ദേഹത്ത് ഒരു മണ്ണോ ഒന്നും തന്നെ ഒരു പോലീസും കൈവച്ചിട്ടില്ലായിരുന്നു. ഇത്രയും വലിയ സമരങ്ങൾ നടത്തിയിട്ടും നമ്മൾ. അവസാനം സർക്കാർ ഒരു കമ്മീഷനെ വെച്ചു, ബാബുബുൾ കമ്മീഷൻ. ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചതിന് ശേഷമേ നിരോധിക്കാൻ പറ്റുമെന്നുള്ള. അപ്പോൾ കമ്മീഷനിൽ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളും ശാസ്ത്രജ്ഞന്മാരും ബോട്ടുടമയുടെ പ്രതിനിധികളെയൊക്കെ വെച്ചിട്ടാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റി പഠിച്ച് 2 വർഷം കഴിഞ്ഞ്
മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളെല്ലാവരും കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ളവർ ട്രോളിംഗ് നിരോധിക്കണമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ പ്രതിനിധി നിരോധിക്കേണ്ട എന്നും ശാസ്ത്രജ്ഞന്മാരോടൊപ്പം അതിൽ ഒപ്പുവെച്ചു. അങ്ങനെ 2 റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും സമരം തുടങ്ങി. 84 ആയപ്പോഴത്തേക്കും നമ്മൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഈ ട്രോളിംഗ് നിരോധനം പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 84 വലിയ സമരം തുടങ്ങി. തുടങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പേര് ജയിൽ നിറയ്ക്കൽ സമരം. അപ്പോൾ ആദ്യം ജയിൽ നിറയ്ക്കൽ സമരം എന്നുള്ള ഇതിൽ ഞങ്ങൾ ഫിഷറീസ് ഡയറക്ടറെ ഹെരാവോ ചെയ്തു. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത്, ഞങ്ങൾ 18 പേരുണ്ടായിരുന്നു. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ ഞങ്ങളോട് വെറുതെ വിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനിയും പോകും. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്ന ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ട്രോളിംഗ് നിരോധിക്കുകയാണ്. അത് നിരോധിക്കുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരുമെന്നുള്ള. അപ്പോൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ ആദ്യം വെറുതെ വിട്ടേക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് പിന്നെ നിങ്ങളെ എന്നാൽ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 9 സ്ത്രീകൾ പിന്നെ പൂജപ്പുര വനിതാ ജയിലിലേക്കും ബാക്കി പുരുഷന്മാർ 16 പേരായിരുന്നു തോന്നുന്നു. 7 പുരുഷന്മാർ ഇവിടെ പോയി. എവിടെയാണ്? നമ്മുടെ അട്ടക്കുളങ്ങര സബ് ജയിലിലേക്കും വിട്ടു. അപ്പോൾ 7 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കന്യാസ്ത്രീകളെയും സാമൂഹ്യ പ്രവർത്തകരെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ ജയിലിലടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ പ്രചരണം ഭയങ്കരമായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് ഭയങ്കര സമരത്തിന് ആളുകൾ ഇങ്ങനെ ഇളകി മറിയുക. കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി. അങ്ങനെ 5-ാം ദിവസമായപ്പോൾ ലോനപ്പൻ നമ്പാടൻ കാണാൻ വന്നു. ലോനപ്പൻ നമ്പാടൻ അന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്. കാണാൻ വന്നിട്ട് ഞങ്ങളെ കണ്ടിട്ട് പോയിട്ട് പുള്ളി ഒരു പത്രസമ്മേളനം നടത്തി ജയിലിൻ്റെ മുമ്പിൽ വെച്ച്. കന്യാസ്ത്രീകളെയും സാമൂഹ്യ പ്രവർത്തകരെയും മത്സ്യത്തൊഴിലാളികളെയും പിടിച്ച് കൊള്ളക്കാരുടെയും വേശ്യകളുടെയും, അന്ന് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആ സമയത്തൊരു വലിയ പ്രശ്നമാണല്ലോ, വഴിയിൽ കണ്ട സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്, കൊണ്ട് ജയിലിലിടുക. അപ്പോൾ അവർക്കൊപ്പം ഇട്ടേക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ വാർത്താ പ്രാധാന്യം വന്നു കഴിഞ്ഞ് 6-ാം ദിവസമായപ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ട്. രാവിലെ ഉച്ചയായപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെയൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങൾക്കെല്ലാം പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ മാത്രം, സ്ത്രീകളെ മാത്രമായിരിക്കും വിട്ടേന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞ് നമ്മളെന്തായിരുന്നാലും തിരിച്ചിറങ്ങിയത് നമ്മുടെ സമരം പൊളിക്കാനാണ്, നമുക്ക് നിരാഹാരം കിടക്കാം സെക്രട്ടേറിയറ്റിലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിറങ്ങി പുറത്ത് വരുമ്പോൾ ഈ പുരുഷന്മാരൊന്നും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് ഞങ്ങളന്ന് ഈ PCO സെൻ്ററാണ് തിരുവനന്തപുരത്ത് സിറ്റിയിലുള്ള, അവിടെ വന്നപ്പോൾ നേതാക്കളൊക്കെ പ്രചരണത്തിലാണ്. അവർക്കൊന്നും അറിഞ്ഞില്ല, ഞങ്ങളെ വിട്ട കാര്യം അവരൊന്നും അറിയുന്നില്ല. അപ്പോൾ അവരെല്ലാം അന്ന് ഈ TV ഫോണൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ TV എല്ലായിടത്തും ഒന്നും ഇല്ലല്ലോ, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുടെ വീട്, നമുക്ക് അല്ലാത്തടത്തൊന്നും. അപ്പോൾ ഇവരിതൊന്നും അറിയുന്നില്ല. നമുക്കൊട്ട് ഇവരെ വിളിക്കാനും കോണ്ടാക്ട് ചെയ്യാനും മാർഗമില്ല. ഇവരെല്ലാവരും ഫീൽഡിൽ അനൗൺസ്മെൻറ്റും ബഹളവും. ഈ ഫാദർ ജെയിംസ് കുലാസ് ഒരു 4 ദിവസം കഴിയുമ്പോൾ പുള്ളി നിരാഹാരം സെക്രട്ടേറിയറ്റ് ഇടയിൽ തുടങ്ങാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ ജയിലിലും പുള്ളി പുറത്ത് നിരാഹാരം തുടങ്ങാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ബഹളം വരുന്നത്. അപ്പോൾ ഇവർ തിരിച്ച് ഞങ്ങളെങ്ങാണ്ടോ ആരെയോ ഒരു കോണ്ടാക്ട് ചെയ്തൊരു ഒരു വീട്ടിൽ പറഞ്ഞ്, അങ്ങനെ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ഇവർക്ക് വിവരം കിട്ടി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ, പ്രവർത്തകരെല്ലാം കൂടെ രാത്രി PCOയിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഞങ്ങൾ ഭയങ്കര ആവേശത്തിൽ ഞങ്ങൾ നിരാഹാരം തുടങ്ങും. ഞങ്ങൾ നാളെ പോയി സെക്രട്ടേറിയറ്റ് ഇടയിൽ നിരാഹാരം വന്നു. പിന്നെ ചർച്ച ചെയ്ത് വെളുപ്പിന് തന്നെ തീരുമാനത്തിലായി. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് വണ്ടിയൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് ഇവർ വെച്ചേക്കുകയല്ലേ. അപ്പോൾ രാവിലെ വെളുപ്പിനെ 5 മണിക്ക് ഇവർ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. ജയിലിൽ കിടന്നവരെ ഇങ്ങനെ ഇറക്കി വിട്ടു. അതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിനിടയിൽ അവർ നിരാഹാരം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തു. ഞങ്ങൾ റെഡിയായി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനമായിട്ട്. ഇപ്പോൾ ആളുകൾ മുഴുവൻ ഇങ്ങ് വന്ന്, മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ഗ്രാമങ്ങളിൽ നിന്നിങ്ങ് വരികയാണ്. അങ്ങനെ പ്രകടനമായിട്ട് പോയി. ഞങ്ങൾ 9 സ്ത്രീകളിൽ 2 പേര് നിരാഹാരം കിടന്നില്ല, അവർ കുറച്ച് പ്രായമുള്ളവരാണ്. ബാക്കി ഞങ്ങൾ 7 പേരും, പിന്നെ പുരുഷന്മാരിൽ 4 പേരും. അങ്ങനെ ഞങ്ങൾ 7 4 11 പേര് നിരാഹാരം. അപ്പോൾ കിടക്കാനൊന്നുമില്ല, അവിടെ ഷെഡ് കെട്ടാൻ അനുവദിക്കില്ല, കോരിച്ചൊരിയുന്ന മഴ. ഞങ്ങൾ പറഞ്ഞു ഒരു പായും മതി ഞങ്ങൾക്ക്, ഞങ്ങളവിടെ ആ ഗേറ്റിൻ്റെ അവിടെ കിടക്കാമെന്നുള്ള. അങ്ങനെ പായുമൊക്കെ വാങ്ങിച്ച് അവിടെ പോയി കിടന്ന്
കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സെൻറ്റ് ജോസഫ് സ്കൂള് അന്ന് ജെസ്യൂട്ട് അച്ഛന്മാരാണ്. അപ്പോൾ അവർ വന്നു. അവർ നമ്മുടെ സമരമായിട്ട് വളരെ സഹകരിക്കുന്നവരാണ്, കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ്. അവർ വന്നിട്ട് അവർ പറഞ്ഞു ഞാൻ സ്കൂളിൽ നിന്ന് ബെഞ്ച് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും ഈ 2 ബെഞ്ച് സ്കൂൾ കുട്ടികൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരെ കൊണ്ട് ബെഞ്ചൊക്കെ അവിടെ പിടിച്ച് സ്റ്റാച്യൂവിൽ സെക്രട്ടേറിയറ്റ് കടയിൽ കൊണ്ടുവന്ന് ബെഞ്ചിട്ട് അങ്ങനെ 2 ബെഞ്ചും ഇട്ട് ഞങ്ങൾ കിടന്നു. രാത്രിയായപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയാണ്, ഷെഡൊന്നുമില്ല. അപ്പോൾ ഇവർ പ്രവർത്തകരായിട്ട് നിന്ന് എല്ലാവരും കൂടെ പിന്നെ ഈ ടാർപോളിൻ വാങ്ങിച്ചിട്ട് കമ്പ് വന്നിട്ട് പിടിച്ചിട്ട് അവർ നിൽക്കുകയാണ്, ഞങ്ങൾ മഴ നനയാതിരിക്കാൻ വേണ്ടി. ഷെഡ് കെട്ടാനേ അനുവദിക്കത്തില്ല അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിരാഹാരം കിടന്നിട്ട് പിന്നെ അപ്പം മറ്റ് ജില്ലകളിലും കോഴിക്കോട് തുടങ്ങി, സിസ്റ്റർ ആലീസും ഒരു വേലായുധനും അവിടെ നിരാഹാരം തുടങ്ങി. പിന്നെ എറണാകുളത്ത് സമരം നടക്കുന്നു, കൊല്ലത്ത് സമരം നടക്കുന്നു, ആലപ്പുഴ അപ്പം ബോട്ട് അവിടെ പിടിച്ചു, അവിടെ ഭയങ്കര സംഘർഷമായി, ബോട്ട് കത്തിച്ചു. അപ്പോൾ ഇവിടുന്ന് ജോയിച്ചനും ജെയിംസ് ക്ലാസച്ചനും ഒക്കെ കൂടെ കൊല്ലത്ത് ആലപ്പുഴ പോയിട്ട് അവിടെ ഈ ബോട്ട് കത്തിച്ചതിനെതിരെ ഒരു പ്രതിഷേധം, ബോട്ട് കത്തിച്ച തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇവരൊരു വലിയ പ്രകടനം നടത്തി. അങ്ങനെ അവിടെയും പതുക്കെ സമരം ശക്തിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അങ്ങ് കേരളം മുഴുവൻ വളരെ കോഴിക്കോട് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും സമരത്തിൻ്റെ ഇതാണ്, വളരെ ശക്തമായ സമരമാണ്. ഇവിടെ ഞങ്ങൾ നിരാഹാരം കിടന്നവർ 6 ദിവസം, ഞാൻ 9 ദിവസം കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ ഫിലമിൻ മേരി മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരെയും നിരാഹാരത്തിൽ നിന്ന് മാറ്റിയിട്ട് സിസ്റ്റർ മാത്രം ഇവിടെ നിരാഹാരം. അന്ന് പിന്നെ ഭയങ്കര സംഘർഷം. ഇപ്പം കോഴിക്കോട് ആലപ്പുഴ ബോട്ട് പിടിച്ചവരെയും ബോട്ട് കത്തിച്ചവർക്കെതിരെ അറസ്റ്റ് വാറണ്ട്, അവിടെ പോലീസ് ഭയങ്കരമായിട്ട് അതിക്രമം കാണിച്ചു. കൊല്ലത്ത് 5 തെങ്ങുകാർ റെയിൽവേ പിക്കറ്റ് ചെയ്തപ്പോൾ അവരെ ഭയങ്കരമായിട്ട് മർദ്ദിച്ച് ജയിലിലടച്ചു. അങ്ങനെ ഈ സമരം കൊടുമ്പിരി കൊള്ളുമ്പോഴത്തേക്ക് അന്ന് നമ്മൾ 2 ഡിമാൻഡ് കൂടെ വച്ചിരുന്നു. ഒന്ന് ലംസം ഗ്രാൻഡും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക്, അന്ന് ധീവരർക്ക് മാത്രമേ ലംസം ഗ്രാൻഡ് കൊടുക്കുന്നുള്ളൂ, ധീവര സമുദായത്തിലുള്ളവർ. അപ്പം മത്സ്യത്തൊഴിലാളികളെന്നുള്ള ഇതിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഇപ്പോൾ സമുദായത്തിൻ്റെ പേരിൽ വേണ്ട, ഇപ്പോൾ ലത്തീൻകാർക്ക് തരാമെന്ന് പറയും. നമ്മൾ പറഞ്ഞ അതല്ല, മുസ്ലിങ്ങളും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്. അപ്പം മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള ഇതിൽ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചുകൊണ്ട് മതി എന്നുള്ളതാണ് നമ്മളുടെ ഡിമാൻഡ്. പിന്നെ പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ. അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം കരുണാകരൻ അതിൽ സമ്മതിക്കേണ്ടി വന്നു. ലംസം ഗ്രാൻഡും പെൻഷനും അനുവദിക്കാം എല്ലാവർക്കും, മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം അനുവദിക്കാം. ട്രോളിങ്ങിനെ സംബന്ധിച്ച്, നിരോധിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കേരളത്തിന് പുറത്തുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പഠനം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആ സമരം അവിടെ സിസ്റ്റർ ഫിലോമിൻ മേരിയുടെ നിരാഹാരം അവസാനിപ്പിക്കുകയും നമ്മൾ സമരം നിർത്തുകയും ചെയ്തു. കാരണം ഒരാളുടെ ജീവൻ കൊടുത്തിട്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സർക്കാർ കണ്ണു തുറക്കാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പലതരം സമരങ്ങൾ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പിന്നെ വിളക്ക് കത്തിച്ചുകൊണ്ട് കണ്ണ് തുറക്കാത്ത ദൈവങ്ങളുടെ കണ്ണ് തുറക്കാൻ വേണ്ടി അങ്ങനെയുള്ള പല പല സമരങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ തന്നെ സെക്രട്ടേറിയറ്റ് വളയുക, അതോടൊപ്പം ഫിഷറീസ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുക, അങ്ങനെയുള്ള പലതരം സമരമുറകൾ നമ്മൾ നടത്തിയായിരുന്നു. കടലിൽ ട്രോളിംഗ് ബോട്ട് കത്തിക്കുന്നു, പിടിച്ചെടുക്കുന്നു, അങ്ങനെയുള്ള പലതരം സമരങ്ങൾ നടന്നു. അങ്ങനെ കലവാർ കമ്മീഷൻ കമ്മിറ്റി വന്നു. ശാസ്ത്രജ്ഞന്മാർ, കേരളത്തിന് പുറത്തുള്ള ശാസ്ത്രജ്ഞന്മാരെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി വന്നു. അങ്ങനെ തൽക്കാലം സമരം നിർത്തി. നമ്മൾ പിന്നെ സമരം നിർത്തിയിട്ട് നമ്മൾ അടുത്ത സമരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, കാരണം ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് വരുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനു വേണ്ടി ആ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾക്ക് അനുകൂലമാണോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഗ്രാമങ്ങളിൽ നമ്മൾ 5 ലക്ഷം രൂപ അടുത്ത സമരത്തിന് വേണ്ടിയുള്ള ഫണ്ട് വരും, 5 ലക്ഷം രൂപ പിരിക്കുക. അപ്പം നമ്മൾ കേരളത്തിൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികളില്ലാത്തടത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഉള്ള വെച്ചുകൊണ്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരായിരുന്ന ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കേരളം മുഴുവൻ ആ ഫണ്ട് വരൂ, 5 ലക്ഷം രൂപ ഫണ്ട് ഇതിനു വേണ്ടി 84 സമരം നിർത്തിയിട്ട് നമ്മൾ ചെയ്ത അതൊരെണ്ണമാണ്. ജയില് എന്ന് വെച്ചാലേ നമ്മൾ ആ സമയത്ത്
നമ്മളുടെയൊക്കെ ഒരു ആവേശമായിരുന്നു. എന്ന് വെച്ചാൽ ഈ ട്രോളിങ് നിരോധിക്കുക എന്നുള്ളൂ. അത് എന്ത് സമരം ചെയ്തായിരുന്നാലും മരണം വരെ നിരാഹാരം കിടന്നായിരുന്നാലും നമ്മൾ ചെയ്യണമെന്നുള്ളൂ. അപ്പം നമ്മൾ ആവേശത്തിൽ പോയി ഹെറാവ് ചെയ്യുന്നേ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ വെറുതെ വിട്ടാൽ പോകില്ല, ഞങ്ങൾ ഇനിയും പിരിച്ചു പോകുമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ റിമാൻഡ് ചെയ്യുന്നത്. അത് ശരിക്കും നമുക്ക് അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ജയിലിലെ അവസ്ഥ. ഭക്ഷണം ഇഷ്ടം പോലെ കൊടുക്കും, കോരിക്കൊടുക്കും. അത്രയും കഴിക്കുന്നവരാ അത് മുഴുവൻ കൊണ്ടുവന്ന് അവിടെ തട്ടിയിടുകയാണ്. പിന്നെ 6 മണിക്ക് കയറ്റി റൂം ലോക്ക് ചെയ്താൽ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങാൻ പറ്റും. പ്രാഥമിക ആവശ്യം എന്ത് നിർവഹിക്കണമെങ്കിലും അതിനകത്ത് ചെറിയൊരു സ്ഥലമുണ്ട്. നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ട് അവിടെ വെച്ചേക്കണം. ഈ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് നമുക്കിരിക്കാൻ പറ്റും? 6 മണിക്ക് നമ്മൾ അടയ്ക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ എല്ലാവരെയും കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ സമയം തരും. എന്തിനാ? കുളിക്കാനോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റവരോട് പറയാം എല്ലാം കഴുകിയിട്ട് നിങ്ങൾ കയറാം. നമ്മളെക്കൊണ്ട് ജോലി ചെയ്യിക്കില്ല, നമ്മൾ രാഷ്ട്രീയ തടവുകാരാണ്. പക്ഷേ നമ്മൾ എല്ലാം ചെയ്യാനായിട്ട് പോയി ചെയ്യും. നമ്മൾ ഇങ്ങനെ വെറുതെ, അവരും സ്ത്രീകൾ, നമ്മൾ സ്ത്രീകളാണ്. അപ്പോൾ ഈ വൈകിട്ട് 6 മണിക്ക്, അത് കഴിഞ്ഞാൽ ആദ്യം 6 മണിക്ക് ഗേറ്റ് തുറക്കുന്നത് ഞങ്ങളുടെ ആയിരിക്കും, ലോക്ക് തുറക്കുന്നത്. ഞങ്ങൾ 3 റൂമിലായിട്ടാണ്. ഞങ്ങൾ പോയി പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് കഴിഞ്ഞിട്ടേ മറ്റവരെ തുറന്നു വിടത്തുള്ളൂ. ഭയങ്കര അനീതിയാണത്. ഒരു ലോക്കപ്പ് എന്ന് വെച്ചാൽ ഈ ജയില്, ഇത് കഴിഞ്ഞിട്ടേ, ഈ ബിൽഡിങ് കഴിഞ്ഞിട്ട് വലിയ ഗേറ്റ്, ആർക്കും ചാടാനൊന്നും പറ്റില്ല. ഗേറ്റും അല്ല, മതിലും അത്രയുമാണ്. ഈ പൊക്കത്തിലാണ് മതിൽ. അവിടെ ഇട്ടിട്ട് എന്തിനാണ് ഈ പൂട്ടിയിടണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആളുകളെ. ഈ സ്ത്രീകൾ എന്താ എവിടെ തുറന്ന് ചാടും പുറത്ത്? എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ? ഒരു വളരെ പഴയ കാലത്തെ ജയിലാണോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഒരു സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഈ 6 മണിക്ക് ഭക്ഷണം കഴിച്ച്, 5 മണിക്ക് ഭക്ഷണം കഴിച്ച് 6 മണിക്ക് അകത്ത് കയറണമെന്ന് വെച്ചാൽ 6 മണിക്ക് കയറിക്കഴിഞ്ഞാൽ പിറ്റേന്ന് അതോ ഇത്ര ഗ്രാം ഭക്ഷണം ഒരാളിന് കൊടുക്കണമെന്നുണ്ട് ഒരു നേരം. ആന ചപ്പാത്തി 2ഉം കുറേ കടലയായിരിക്കും. നമ്മൾ 3 നേരം പോലും കഴിച്ചാൽ അത് തീരത്തില്ല. അത് മുഴുവൻ വേസ്റ്റാക്കിയില്ലേ. നമുക്ക് ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ വിഷമമായതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് അടച്ചു വയ്ക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ വാങ്ങിക്കണമെന്ന് നിർബന്ധമാണ്, അവർക്ക് കൊടുക്കണമെന്ന്. നമ്മളേക്ക് എന്തിനാ, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. ഇതെന്ത് ചെയ്യാനാ? ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് നഷ്ടമല്ലേ? സർക്കാരിന് നഷ്ടമല്ലേ? ഇത്ര ഗ്രാം ഭക്ഷണം ഒരാളിനെന്ന് പറയുമ്പോൾ അയാളുടെ ആവശ്യം അനുസരിച്ച് ഭക്ഷണം കൊടുക്കണം. വെറുതെ എന്തിനാണ് കൊടുക്കുന്നത്? ഇല്ല, അത് കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റം വന്ന് പിന്നെ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ഇവർക്ക് അതിൻ്റെ വരുമാനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോയ സമയത്തൊന്നും അതൊന്നുമല്ല. എല്ലാവരെയും പൂട്ടിയിട്ടേക്കുന്ന, തിളച്ചിട്ടേക്കുന്ന, പിന്നെ അരി വൃത്തിയാക്കുക, പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിച്ച് കൊണ്ടുപോകും. പിന്നെ ഇവർക്ക് ആ യൂണിഫോം, ആ ജയിലിന് കൊടുക്കുന്ന വസ്ത്രമല്ലാതെ വേറൊന്നും ഇവരുടെ ഉപയോഗിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ രാഷ്ട്രീയ തടവുകാരായതുകൊണ്ട് തന്നു.